Ignite, the most leading coaching center for NATA exams in Kerala. Ignite Your Mind, an IIT alumni initiative. Visit us at igniteshoot.in. Contact 0487 2323 കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഇമേജ് തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫേസസ് കൗണ്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്പർ ഓഫ് ആനിമൽസ് കൗണ്ട് ചെയ്യാനും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒബ്സർവേഷൻ ആണ് അവർ നോക്കുന്നത്, എത്രത്തോളം മൈന്യൂട്ട് ആയിട്ട് ഡീറ്റെയിൽസിലേക്കൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസസ് കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിലും നിങ്ങൾ വലിയ സ്കെയിലും ചെറിയ സ്കെയിലുള്ള കാര്യങ്ങളും കൗണ്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഫേസിൽ നിന്ന് തുടങ്ങാം അല്ലെ. അപ്പോൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ലേഡിയുടെ ഫേസ് അല്ലെ, 1 2, പിന്നെ ഈ എലഫന്റിന്റെ 3, ഈ ടൈഗർ 4, പിന്നെ ബേർഡ്സിനെ കൗണ്ട് ചെയ്യുന്നു 5 6 7 8, ഓക്കെ 9, ഈ ഫിഷ്, പിന്നെ 10 വേറൊരു ഫിഷ് ടോപ്പില്, 11 ഒരു വുൾഫിന്റെ ഫേസ് ഉണ്ട്, ഓക്കെ 11. പിന്നെ നമ്മൾ കുറച്ചും കൂടി സൂമിൻ ചെയ്ത് നോക്കിയാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലേക്ക് നോക്കിയാൽ 12 ഇവിടെ ഒരു ഓക്സിനെ കാണാം ആ കണ്ണിനകത്ത്. പിന്നെ എന്താണ് ഈ കൊമ്പിന്റെ അകത്തായിട്ട് നമുക്കൊരു റാബിറ്റിനെയും കൂടി കാണാം അല്ലെ. ഇത്രയാണ് നമുക്ക് ടോട്ടലി കിട്ടുന്നത്. എത്ര ഇപ്പൊ നമ്മൾ പറഞ്ഞ 13 14 അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്ര ഇമേജസ് ആണ് ഉള്ളത്. അപ്പൊ എപ്പോഴും നിങ്ങൾ നല്ലോണം സൂം ഇൻ ചെയ്തിട്ട് നോക്കണം. ഓക്കെ, അതുപോലെ ഏറ്റവും വിട്ടിട്ട് അതായത് ഹോൾ സ്കെയിലിൽ എന്തെങ്കിലും ഒരു ഇമേജ് തരുന്നുണ്ടോ എന്നുള്ളതും നോക്കാം. ഇങ്ങനെയൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആ സ്നേക്കിനെ കൗണ്ട് ചെയ്തില്ല അല്ലെ, സ്നേക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത്രയാണ് ഹോൾ നമ്പർ ഓഫ് ഫേസസ് അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇത്രയാണ് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് എക്സസൈസസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും കുറച്ച് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇവര് തന്നിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരു പേപ്പർ ഉണ്ട്, സ്ക്വയർ പേപ്പർ ഉണ്ട്. അതിന്റെ 2 കോർണേഴ്സ് ഫസ്റ്റ് പി എന്നുള്ള ഷേപ്പിൽ നിന്ന് പി എന്നുള്ള ആ ഒരു ലെവല് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് 2 കോർണേഴ്സ് ആണ് അവര് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് ആക്കിയിരിക്കുന്നത് അല്ലെ. അപ്പം ആരോ കാണിച്ചിട്ടുണ്ട് അകത്തേക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടിയത്. ഓക്കെ, ഇനി ക്യൂവിൽ നിന്ന് അവരെന്താണ് ചെയ്തത്, അതിന്റെ സെന്ററിൽ ഫോൾഡ് ചെയ്തു. സെന്ററിൽ ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് R എന്നുള്ള ഈ ഒരു ഷേപ്പാണ് കിട്ടിയത്. ഓക്കെ, കോർണേഴ്സ് ആദ്യം ഫോൾഡ് ചെയ്തു, പിന്നെ സെന്റർ ഫോൾഡ് ചെയ്തു, അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. നെക്സ്റ്റ് ഇനി അതിന്റെയും സെന്റർ അവർ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി എന്താണ്, പേപ്പർ കട്ട് ചെയ്തു. എങ്ങനെയാണ്, ഹോൾസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. 3 ഹോൾസ് അവർ ഇട്ടിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാ അപ്രോച്ച് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഇതിപ്പം ആക്ച്വലി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പും അതുപോലെ പേപ്പർ കട്ടിങ് ഒക്കെ കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തത് ആ കറക്റ്റ് മെത്തേഡ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഇപ്പൊ എസ്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എങ്ങനെ ഇരിക്കും ഇതിന്റെ ഓപ്പൺ ചെയ്താലുള്ള ഇമേജ് എന്ന് അറിയാനായിട്ട് നമ്മൾ എസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടില്ലേ, ആ ഫോൾഡ് ചെയ്യുന്ന ആ ലൈന് നമ്മളൊരു ആക്സിസ്, മിറർ ഇമേജിന്റെ സെൻട്രൽ ആക്സിസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലുള്ളത് അതേ മിറർ ഇമേജ് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് കൺസിഡർ ചെയ്യുക, വരയ്ക്കുക. അപ്പൊ അതായത് ഇത് അൺഫോൾഡ് ചെയ്താൽ ആദ്യത്തെ ആ ഫോൾഡ് നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അല്ലെ, മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ 2 ഹോൾസ് കാണാം. പിന്നെ ഈ കോർണറിലാണ് നമുക്ക് ഹോള് കിട്ടുന്നത് അല്ലെ. ഇനി അടുത്ത സ്റ്റേജ് ക്യൂവില് നമ്മൾ അതിന്റെ സെന്ററിലാണ് ഫോൾഡ് ചെയ്തത് അല്ലെ. അപ്പൊ ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഡയഗണൽ ഈ സ്ക്വയറിന്റെ ഡയഗണൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ മിറർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മിറർ ചെയ്യുന്നത്. തിരിച്ച് വീണ്ടും ഓപ്പൺ ചെയ്തു പേപ്പർ. അപ്പൊ അടുത്തത് അൺഫോൾഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു ഹോള് കിട്ടും, ഇവിടെ ഒരു ഹോള് കിട്ടും അല്ലെ, ഇവിടെയും ഒരു ഹോള് കിട്ടും. പിന്നെന്താണ്, ഇവിടെ നമ്മൾ പേപ്പർ
അൺഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് ഇത്രയാണ് നമ്മൾ മിറർ ചെയ്താൽ, ഈ ആക്സിസിന് മിറർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹോൾസ് ആയിരിക്കും അല്ലെ. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് പി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിൽ അതിന്റെ കോർണേഴ്സ് ആണ് ആദ്യം ഫോൾഡ് ചെയ്തത്. അപ്പോൾ ആ കോർണേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അതിന്റെ മിറർ ഇമേജ്, അതായത് ഇതായിരിക്കും അതിന്റെ ആക്സിസ് അല്ലെ. ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ആക്സിസ് നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അൺഫോൾഡ് ചെയ്താൽ കിട്ടുക. ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഹോൾസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷേപ്സും ഇതൊക്കെ വന്നാൽ നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ അൺഫോൾഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ, അൺഫോൾഡ് ചെയ്യുമ്പോൾ ആ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് മിറർ ഇമേജ് ചെയ്യുക, അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ സെന്ററിൽ 4 സ്ക്വയേഴ്സും, ഇത് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അല്ലെ. ഇല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ വേണമെന്നില്ല, ഇങ്ങനെ ഫുൾ ആലോചിക്കണമെന്നില്ല. നമുക്ക് എന്താണ് ഓപ്ഷൻസ് ഷുവർ ആയിട്ട് ആൻസർ അല്ലാന്ന് തോന്നുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. നോക്കൗട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുകയും ചെയ്യാം. അത് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവര്, ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതിയിൽ ആലോചിച്ച് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, വേറൊരു ക്വസ്റ്റനും കൂടി, സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റനും കൂടി നോക്കുവാണെങ്കിൽ, വീണ്ടും ഒരു സ്ക്വയർ പേപ്പർ ആണ്, 2 ആക്സിസിൽ അവർ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആദ്യം ടോപ്പിൽ നിന്ന് സെന്ററിലേക്ക്, പിന്നെ ബോട്ടം സെന്ററിലേക്ക്, രണ്ടും ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സെന്ററിൽ ഒരു പീസ് കിട്ടി. അതിന് പകുതിയായിട്ട് പിന്നെ ഫോൾഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അവര് ഇതുപോലെ ഒരു ട്രയാങ്കിളും പിന്നെ ഇതുപോലെയുള്ള ഒരു ഷേപ്പുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അൺഫോൾഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ആക്സിസ് ആണ് ഫസ്റ്റ് അൺഫോൾഡ് ചെയ്ത് വരയ്ക്കാൻ പോകുന്നത് അല്ലെ. അപ്പോൾ മിറർ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ട്രയാങ്കിൾ, ഇങ്ങോട്ട് മൗത്ത് ആയിട്ടുള്ള ഷേപ്പാണ് നമുക്ക് കിട്ടുക. കറക്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി എന്താണ്, ഇനി ടോപ്പില് ഇത് അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആക്സിസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ അതും വീണ്ടും മിറർ ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഇവിടെ ആയിരിക്കും അതിന്റെ അപ്പെക്സ് വരുന്നത് അല്ലെ, ബേസ് ടോപ്പിലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും അല്ലെ. ഇനി അടുത്തത് താഴെയുള്ള ആ ഒരു ഇതും കൂടി അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആക്സിസ്. അപ്പൊ അതിൽ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ഒരു ഷേപ്പും, പിന്നെന്താണ് ട്രയാങ്കിൾ ശ്രദ്ധിക്കുക, ടോപ്പിലായിരിക്കും അപ്പൊ ബേസ് വരുന്നത്, താഴേക്കാണ് അതിന്റെ അപ്പെക്സ് വരിക അല്ലെ. മിറർ ചെയ്യുന്ന ആക്സിസ് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഓപ്ഷനിലുള്ളത് നോക്കാം. ഇത് അല്ലെ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് എക്സസൈസസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ഇതിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സ് ഒക്കെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എക്സസൈസസ് ചോദിക്കാം. അതിപ്പം ചെയ്യണം എന്നില്ല അല്ലെ. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ചെറിയ ട്രയാങ്കിൾസ് ആണ് ആദ്യം കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, 12 13 14 15 16 17 18 19 20. ഓക്കെ, ഓപ്ഷൻ എ ഇപ്പോഴേ കിട്ടി. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നമ്മൾക്ക് അതിൽ മാക്സിമം ഒരു എത്രയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. അപ്പൊ അതിൽ അച്ചീവ് ചെയ്യും. ഇപ്പൊ 32 ഉണ്ട് അവർ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതാണ് മാക്സിമം നമ്പർ. അപ്പൊ അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാക്സ് ആണ് 20. ഇപ്പൊ നമ്മൾ ചെറിയ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് 20 കിട്ടി. ഓക്കെ, ഇനി എന്താണ് കമ്പൈൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് വലിയ ട്രയാങ്കിൾ, ഇതുപോലെയുള്ള ട്രയാങ്കിൾസ് നമ്മൾ കൗണ്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് 20 പ്ലസ് ഒരു 4 ട്രയാങ്കിൾസ് കിട്ടും അല്ലെ. അങ്ങനെ ആ ഒരു ഇതിൽ 4 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ ഈ സെന്ററിൽ വരുന്ന ചെറിയ ട്രയാങ്കിൾസിന്റെ തന്നെ കോമ്പിനേഷൻ അല്ലെ. ഇപ്പൊ 5ഉം 6ഉം 7ഉം 8ഉം 6ഉം 8ഉം 5ഉം 7ഉം അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്താൽ തന്നെ നമുക്ക് 4 കിട്ടും. ഓക്കെ, അപ്പൊ +4. പിന്നെന്താണ്, പിന്നെ ആ വലിയ ട്രയാങ്കിൾസിന്റെ തന്നെ നമ്മൾ വീണ്ടും കോമ്പിനേഷൻ, ഈ ഒരു ഇത്രയും ഭാഗം, അതായത് അല്ലെ ഇത്രയും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെന്ററിൽ ഇത്രയും കോമ്പിനേഷൻ ആയിട്ടുള്ള വലിയ ട്രയാങ്കിൾസിന്റെ 2 കോമ്പിനേഷൻ, അങ്ങനെ നമുക്ക് ഒരു 4 കിട്ടും.
അല്ലെ? ഇനി എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇനിയും കൗണ്ട് ചെയ്ത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 32 അല്ല, ഇപ്പൊ തന്നെ നമുക്ക് 32 ആയി. 24, 4, 4. ഓക്കെ, ഇപ്പൊ 32 ആയി. ഇനിയും നമുക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാക്സിമം 32 ആയതുകൊണ്ട് നമുക്കിപ്പോ 32 ആണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും അതിനേക്കാളും അധികം ട്രയാങ്കിൾസ് നമുക്ക് ഇതിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. +8 കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും ഇതുപോലെ എന്താ മാക്സിമം നമ്പർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞു എന്ന് വിചാരിക്കും നമ്മൾ ഒരു സ്റ്റേജിൽ. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ അപ്പോഴത്തെ ഒരു വെപ്രാളത്തിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കും, അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലത് വിട്ടുപോവുക. അപ്പൊ മാക്സിമം നമ്പർ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ ഒരുപാട് തവണ ചെയ്ത് നോക്കി നിങ്ങൾ ടൈം കളയരുത്. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ആ സ്പീഡിൽ ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ളത് ആദ്യത്തെ റൗണ്ടിൽ ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ എന്താ സ്കോറിൽ നമ്മൾക്ക് ഭയങ്കര മാറ്റം ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോളിഡ്സിന്റെ എന്താ സൈഡ്സ് കൗണ്ട് ചെയ്യാൻ. ഇതും ഈസി ആയിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒരു ടിപ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചെറിയ സ്കെയിലും വലിയ സ്കെയിലും ഉള്ള ട്രയാങ്കിൾസിന്റെ കോമ്പിനേഷൻ നോക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഇതിലും എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂബാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് എത്ര ഫേസസ് ഉള്ളത്? 1, 2, 3, 4, 5, 6 അല്ലെ. 6 സൈഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അപ്പ് അല്ലെങ്കിൽ ബോട്ടം, ടോപ്പ്, ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ് ഇങ്ങനെ നമുക്ക് എഴുതിയാൽ അതിലുള്ള ഓരോ സൈഡ്സും കൗണ്ട് ചെയ്താൽ നമുക്കിതിന് എന്താ ഒരു സൈഡും വിട്ടുപോവാതെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ടോപ്പ്, ബോട്ടം, ഫ്രണ്ട്, ബാക്ക്, ഓക്കെ, ലെഫ്റ്റ്, റൈറ്റ് ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം. ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പ് ഫേസസ് ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്യാം. അതായത് ഈ സോളിഡിന്റെ ടോപ്പിലെ ഫേസസ് എന്ന് വെച്ചാൽ 1 അല്ലെ, 2, 3, 4 അല്ലേ ഉള്ളത്. ഇനി ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ ടോപ്പ് ഫേസസ് നമുക്ക് 4 കിട്ടി. സർഫസ് 4 സർഫസ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയത്. ഇനി ബോട്ടം സർഫസ് നിങ്ങൾ നോക്കുക. ബോട്ടം സർഫസിൽ നമുക്കറിയാം ഒറ്റൊരു പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് അല്ലെ. കാരണം ഇത് ഒറ്റൊരു ലൈനിലാണ് പോകുന്നത്. അതിൽ ലെവൽ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ബോട്ടം ഫേസ് 1 ആണ്. കറക്റ്റ്. ഇനി ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ സൈഡ്സ് ആണ് വരാന്ന്. അതായത് 1, പിന്നെ ഈ കേർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു സൈഡ് 2, 3, 4, 5, 6 കഴിഞ്ഞോ? 6 അല്ലേ. ഇനി കുറച്ച് ആംഗിളിൽ നിൽക്കുന്ന സർഫസ് ഉണ്ട്. അത് നമുക്ക് റൈറ്റ് സൈഡിൽ ആയിട്ട് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പം 6 ആണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടിയത്. 1, 2, 3, 4, 5, 6. യെസ്, കറക്റ്റ്, 6. ഇനി ബാക്ക് സൈഡിൽ നിന്ന് എത്ര സർഫസ് ഉണ്ട് നോക്കാം. അപ്പൊ ബാക്കിൽ നിന്ന് പറയുമ്പോൾ 1, 2, 3, 4, 4 ഉള്ളൂ അല്ലേ. 4 സർഫസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റി ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഇനി എന്താണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 1, ഓക്കെ, ഒരു വലിയ ആരോ 1, പിന്നെ സ്ലാന്റിങ് ആയിട്ട് ഇവിടെ കാണാം 2 അല്ലേ. ഈ 2 സർഫസ് ആണ് നമുക്ക് ആ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 2. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ അഗെയിൻ 1. ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അത് ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ നിന്ന് 1, 2, 3. ഓക്കെ, ഇവിടെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. 4, പിന്നെ 5, 6. ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാ കിട്ടിയെന്ന് നോക്കാം. 6 + 4 10, പിന്നെ 4 again 23 അല്ലേ.
അപ്പൊ നമുക്ക് 23 ഫേസസ് ആണ് ഈ ഒരു സോളിഡിനുള്ളത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വേറെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പ് ബോട്ടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്. ഓക്കെ, ടോപ്പിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3. ഓക്കെ, പിന്നെ ബോട്ടം സർഫസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3. ഓക്കെ, ഫ്രണ്ടിൽ നിന്നും 3 തന്നെയാണ്. ബാക്ക് 1 2 അല്ലെ, 2 സർഫസ് ആണ് ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടുക. ലെഫ്റ്റിൽ നിന്ന് നമുക്ക് ഒരു സിംഗിൾ സർഫസ് ആണ് കിട്ടുക അല്ലെ, ആ ഒരു സൈഡിൽ നിന്ന് 1. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് 1, ഇത് 2, ഇതാണ് വരുന്നത് നോക്കാം. ഓക്കെ, 9 10 11 12 13 14 15. 15 ആണ് ആൻഡ് 16 അവർ കൊടുത്തിട്ടുണ്ട്. 15 or 16 ഡൗട്ട് ആണ് അല്ലെ. നമ്മൾ സർഫസ് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ സെയിം പാരലൽ ആയിട്ട് വരുന്ന സർഫസിനെ ഒറ്റ സർഫസ് ആയിട്ടാണ് എടുക്കാറ്. Happy news for all BARC aspirants. Legacy of Ignite Trishur now at Trivandrum. Our results speak for us. Kerala BARC topper, JEE BARC topper, more than 10 students at College of Engineering in BARC department. All these make Ignite stand out from other institutions. Our features are live session, recorded microism classes, individual attentions, and mock tests. We don't just prepare our candidates just to crack an entrance examination. We prepare them with deep knowledge that is needed to be for their professional life. It's only 25 seats are available in one batch. Enroll now.